റിലയൻസിനെതിരെ ചെറുവിരലനക്കാതെ തൃശൂർ കോർപ്പറേഷൻ. ഭരണപക്ഷവും പ്രതിപക്ഷവും 8 കോടി രൂപ പിഴ ഈടാക്കുന്ന കാര്യത്തിലും മൃദു സമീപനം. കൊടുങ്ങല്ലൂർ നഗരത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ 50ഓളം ബാഗുകൾ കണ്ടെത്തി. മുനമ്പം മനുഷ്യക്കടത്തുമായി ഉപേക്ഷിക്കപ്പെട്ട ബാഗുകൾക്ക് ബന്ധമുണ്ടെന്ന സൂചന. സൗകര്യങ്ങളേറെയുണ്ടായിട്ടും രോഗികൾക്ക് പ്രയോജനമില്ലാതെ തൃശൂർ ഗവൺമെന്റ് ദന്തൽ കോളേജ്. ചികിത്സയ്ക്കായി ഊഴമെത്തുന്നതുവരെ മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഗതികേടിലാണ് രോഗികൾ. പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ ലെനിൻ രാജേന്ദ്രൻ അന്തരിച്ചു. വിടവാങ്ങിയത് മലയാള ചലച്ചിത്ര രംഗത്തെ സമവാക്യങ്ങൾ തിരുത്തിക്കുറിച്ച സംവിധായകൻ. അന്തർസംസ്ഥാന വാഹനങ്ങളിൽ നിന്ന് പണം കവരുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് പുതുക്കാട് പോലീസിന്റെ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി മൂങ്ങ ബിനുവാണ് പിടിയിലായത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ തെരുവുനായ വന്ധ്യംകരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വെള്ളാങ്കല്ലൂരും ചാവക്കാടും ആരംഭിച്ച പദ്ധതി 4 ഇടങ്ങളിൽ കൂടി നടപ്പാക്കും. പുലിഭീതി വിട്ടൊഴിയാതെ മേലൂരിലെ പുഷ്പഗിരി. പുലിയെ പിടികൂടാൻ കൂടും ക്യാമറയും ഒരുക്കി വനം വകുപ്പ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. റിലയൻസിനെതിരെ ചെറുവിരലനക്കാതെ തൃശൂർ കോർപ്പറേഷൻ. 8 കോടി രൂപ പിഴ ഈടാക്കിയില്ല. റിലയൻസിനോട് മൃദു സമീപനം പുലർത്തി പ്രതിപക്ഷവും. സാധാരണക്കാരനെ വീട് പുതുക്കി പണിയാൻ പോലും നിയമത്തിന്റെ നൂലാമാല പറയുന്നവർ റിലയൻസിനെ പരവതാനി വിരിച്ചിരിക്കുകയാണ്. നഗരം മുഴുവൻ റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടും കോർപ്പറേഷനിൽ കോടിക്കണക്കിന് രൂപ പിഴയടയ്ക്കാനുണ്ടായിട്ടും റിലയൻസിനോട് ചോദിക്കാനും പറയാനും ഭരണപക്ഷവുമില്ല, പ്രതിപക്ഷവുമില്ല. 2013 UDF ഭരണസമിതിയുടെ കാലത്താണ് 4G കണക്ഷൻ നൽകാൻ റോഡ് പൊളിച്ച് കേബിളിടാൻ റിലയൻസ് അനുമതി വാങ്ങിയത്. എന്നാൽ കരാറിന്റെ മറവിൽ റിലയൻസ് നടത്തിയത് പരിധിവിട്ട പ്രവർത്തനങ്ങളായിരുന്നു. പൊതുവിടങ്ങളിൽ സൗജന്യ വൈഫൈ തുടങ്ങിയ തട്ടിപ്പ് പ്രഖ്യാപനങ്ങൾ നടത്തിയ റിലയൻസ് നഗരം മുഴുവൻ കേബിൾ സ്ഥാപിച്ചു. വൻ തട്ടിപ്പ് നടത്തിയതായി കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കണ്ടെത്തുകയായിരുന്നു. കമ്മിറ്റി ചെയർമാൻ MP ശ്രീനിവാസൻ റിലയൻസിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 8 കോടിയിൽ പരം രൂപ റിലയൻസിൽ നിന്ന് പിഴയീടാക്കാൻ കൗൺസിലിൽ തീരുമാനിച്ചു. എന്നാൽ 2 വർഷം പിന്നിട്ടിട്ടും 1 രൂപ പോലും പിഴയീടാക്കിയില്ല. പിഴയടയ്ക്കാനുള്ള ഫയൽ മുക്കിയത് വിവാദമായിരുന്നു. പിഴ മാത്രമല്ല, കോർപ്പറേഷന് അവകാശപ്പെട്ട തറവാടക പോലും ഇപ്പോൾ റിലയൻസിൽ നിന്ന് ലഭിക്കുന്നില്ല. വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന പ്രഖ്യാപനവും കണ്ണിൽ പൊടിയിടലായി മാറി. നിലവിൽ റിലയൻസ് തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. റിലയൻസിനോട് മൃദു സമീപനം പുലർത്തുന്നതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണ്. സാധാരണക്കാരന്റെ ആവശ്യങ്ങളോട് നിയമത്തിന്റെ നൂലാമാലയും കോർപ്പറേറ്റ് കമ്പനിയോട് മൃദുനയവുമെന്ന ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തുന്നത് അവിശുദ്ധ ബന്ധങ്ങളാണ്. തൃശൂർ കോർപ്പറേഷന്റെ പുല്ലുവില കണക്കാക്കി റിലയൻസ് 4G കണക്ഷൻ നൽകാൻ തുടക്കമിട്ടിരിക്കുകയാണ്. TCV തൃശൂർ. കൊടുങ്ങല്ലൂർ നഗരത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ ബാഗുകൾ കണ്ടെത്തി. തെക്കേനടയിലാണ് വസ്ത്രങ്ങളും ലൈഫ് ജാക്കറ്റും ഭക്ഷ്യവസ്തുക്കളും അടങ്ങിയ 52 ബാഗുകൾ കണ്ടെത്തിയത്. ശനിയാഴ്ച പുലർച്ചെ ട്രാവലറിൽ എത്തിയവരാണ് തെക്കേനടയിൽ ബാഗുകൾ ഉപേക്ഷിച്ചു പോയത്. കൂടെയുണ്ടായിരുന്നവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടുവെന്ന് പറഞ്ഞാണ് ഇവർ ബാഗുകൾ എടുക്കാതെ പോയത്. തുടർന്ന് പോലീസ് അവ സൂക്ഷിച്ചു വെച്ചു. എന്നാൽ കൊടുങ്ങല്ലൂരിന്റെ സമീപ പ്രദേശമായ മാലിയങ്കര കേന്ദ്രീകരിച്ച് മനുഷ്യക്കടത്ത് നടന്നതായി സൂചന ലഭിച്ചതോടെയാണ് നഗരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ബാഗുകൾ സംശയത്തിന്റെ നിഴലിലായത്. മാത്രമല്ല, ബാഗിന്റെ ഉടമസ്ഥർ മടങ്ങിവരാത്തതും സംശയം ബലപ്പെടുത്തി. പോലീസ് കസ്റ്റഡിയിലുള്ള ബാഗുകളിൽ നിന്നും വസ്ത്രങ്ങൾ, ഉണങ്ങിയ പഴങ്ങൾ, ബിസ്ക്കറ്റുകൾ, അവിൽ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ, 1 ബാഗ് നിറയെ ലൈഫ് ജാക്കറ്റുകൾ, പാത്രങ്ങൾ, കമ്പിളിപ്പുതപ്പ് തുടങ്ങിയവ കണ്ടെടുത്തു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ നൽകിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ശ്രീലങ്കയിൽ നിന്നുള്ള ജനന സർട്ടിഫിക്കറ്റ് എന്നിവയും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ പോലീസ് സൂപ്രണ്ട് MK പുഷ്കരൻ, ഇരിങ്ങാലക്കുട DYSP ഫേമസ് വർഗീസ്, ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ DYSP പ്രദീപ് കുമാർ, ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കൊടുങ്ങല്ലൂരിൽ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മുനമ്പത്ത് നിന്നും സമാനമായ രീതിയിൽ ബാഗുകൾ കണ്ടെത്തിയത്. ഏറെക്കുറെ ഇതേ സമയത്ത് തന്നെയാണ് കൊടുങ്ങല്ലൂരിലും ബാഗുകൾ ഉപേക്ഷിക്കപ്പെട്ടതെന്നാണ് സൂചന. കടൽ വഴിയുള്ള മനുഷ്യക്കടത്തിന്റെ ഭാഗമായുള്ളതാണ് ഉപേക്ഷിക്കപ്പെട്ട ബാഗുകൾ എന്നാണ് പോലീസിന്റെ നിഗമനം. TCV കൊടുങ്ങല്ലൂർ. ആധുനിക സൗകര്യങ്ങൾ ഏറെയുണ്ടായിട്ടും രോഗികൾക്ക് പ്രയോജനമില്ലാതെ തൃശൂർ ഗവൺമെന്റ് ദന്തൽ കോളേജ്. ചികിത്സയ്ക്കായി ഊഴമെത്തുന്നതുവരെ മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഗതികേടിലാണ് രോഗികൾ. മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് കോടികൾ മുടക്കി നിർമ്മിച്ച ദന്തൽ കോളേജ് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അപര്യാപ്തത മൂലം പ്രതിസന്ധിയിലാണ്. ദന്തസംബന്ധമായ അസുഖങ്ങൾക്ക് ഇവിടെയെത്തുന്ന രോഗികൾ ചികിത്സയ്ക്കായി മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ്.
ഒപിയിലെത്തുന്ന രോഗികളെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അവരുടെ വിലാസമെഴുതിയ തപാൽ കാർഡ് വാങ്ങിവെച്ച ശേഷം അറിയിപ്പ് കിട്ടുമ്പോൾ വരാൻ ആവശ്യപ്പെട്ട് പറഞ്ഞയക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 6-7 മാസങ്ങൾക്ക് ശേഷം തന്റെ ഊഴമെത്തുന്നതുവരെ കാത്തിരിക്കുകയേ രോഗികൾക്ക് നിവർത്തിയുള്ളൂ. ആധുനിക രീതിയിലുള്ള എല്ലാ മെഷീൻസും ഇവിടെ ഉണ്ടെങ്കിലും ആവശ്യത്തിന് ടെക്നീഷ്യന്മാരോ ഉദ്യോഗസ്ഥരോ ഇവിടെ നിയമിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ കൃത്രിമമായി പല്ലുണ്ടാക്കുന്ന സംവിധാനം, അതുപോലെ പല്ലിൻ്റെ റൂട്ട് കനാൽ ചികിത്സ തുടങ്ങിയവയൊക്കെ നടത്താൻ 1 വർഷം കാത്തിരിക്കേണ്ട സ്ഥിതിയാണ് നിലവിൽ ഡെന്റൽ കോളേജിന്. പല്ലുവേദനയ്ക്ക് ചികിത്സ തേടി വരുന്ന രോഗിക്ക് 6-7 മാസം കഴിഞ്ഞേ ചികിത്സ ലഭിക്കൂ എന്ന് വരുന്നത് വിചിത്രമാണ്. ദന്തൽ കോളേജ് പ്രവർത്തനം തുടങ്ങിയിട്ട് 3 വർഷത്തോളമായിട്ടും വേണ്ടത്ര ജീവനക്കാരും ഡോക്ടർമാരും ഇല്ലാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണം. 3 നിലയിൽ പ്രവർത്തിക്കേണ്ട ക്ലാസ്സുകളും സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഒരു നിലയിലാണ്. വളരെ പ്രയാസത്തിലൂടെയാണ് ഡെന്റൽ കോളേജിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെന്റൽ കോളേജിനുള്ള നിലനിൽക്കുന്ന ഇതിൻ്റെ അംഗീകാരം പോലും നഷ്ടപ്പെടാവുന്ന സ്ഥിതിയിലേക്കാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇവിടത്തെ യന്ത്രോപകരണങ്ങൾ പലതും കേടുവന്ന് തുടങ്ങിയതായും അവ കേടുപാട് തീർക്കാനുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇവിടത്തെ സേവനങ്ങൾക്കായി ആവശ്യമുള്ളത്ര ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും നിയമനങ്ങൾക്കും കേടുവന്നുകൊണ്ടിരിക്കുന്ന യന്ത്ര സംവിധാനങ്ങളുടെ റിപ്പയറിംഗിനും അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് പല്ല് സംബന്ധമായ അസുഖങ്ങൾക്ക് സ്വകാര്യ ദന്തൽ ക്ലിനിക്കുകളെ ആശ്രയിക്കേണ്ട അവസ്ഥ ഒഴിവാക്കാനാകും. ന്യൂസ് ഡെസ്ക് TCV. പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ ലെനിൻ രാജേന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾമാറ്റ ശസ്ത്രക്രിയയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദൈവത്തിന്റെ വികൃതികൾ, മീനമാസത്തിലെ സൂര്യൻ, മഴ, സ്വാതി തിരുനാൾ, കുലം, വചനം, ചില്ല്, അന്യർ, മകരമഞ്ഞ് എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ. 1981 പുറത്തിറങ്ങിയ വേനലാണ് ആദ്യ ചിത്രം. 2016 പുറത്തിറങ്ങിയ ഇടവപ്പാതയാണ് അവസാന ചിത്രം. 2006 മികച്ച സംവിധായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയിട്ടുണ്ട്. KSFDC ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. 2 തവണ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്. പ്രൗഢഗാംഭീര്യമാർന്ന പ്രമേയം കൊണ്ടും ദൃശ്യഭാഷ്യം കൊണ്ടും മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ ചലച്ചിത്രകാരനായിരുന്നു ലെനിൻ രാജേന്ദ്രൻ. സാഹിത്യത്തിൽ നിന്നും സ്വാതി തിരുനാൾ, രാജാ രവിവർമ്മ എന്നിങ്ങനെയുള്ള മഹാന്മാരിൽ നിന്നും തൻ്റെ സിനിമയ്ക്ക് വിഷയം കണ്ടെത്തിയ ചലച്ചിത്രകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. പത്മരാജനെ പോലെയും ഭരതനെ പോലെയും മധ്യവർത്തി സിനിമകളുടെ വക്താക്കളായി കടന്നുവന്ന ചലച്ചിത്രകാരന്മാരിൽ ചെറുതല്ലാത്ത സ്ഥാനമാണ് ലെനിൻ രാജേന്ദ്രനുള്ളത്. സംവിധായകൻ PA ബക്കറിന്റെ സഹായിയായി സിനിമയിലെത്തിയ ലെനിൻ രാജേന്ദ്രൻ ശക്തനായ ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായിരുന്നു. 1982 സംവിധാനം ചെയ്ത വേനലിലൂടെ മുഖ്യധാര സിനിമയിൽ സജീവമായി. 2016 പുറത്തിറങ്ങിയ ഇടവപ്പാതി വരെ നീളുന്ന ചലച്ചിത്ര ജീവിതത്തിനിടയിൽ നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഈ ചലച്ചിത്രകാരനെ തേടിയെത്തി. മലയാളത്തിലെ മികച്ച രാഷ്ട്രീയ സിനിമകളിൽ ഒന്നായ മീനമാസത്തിലെ സൂര്യൻ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ ചൂടും ചൂരും പ്രേക്ഷകന് മുന്നിൽ പങ്കുവെക്കുന്നതായിരുന്നു. M. മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന ചിത്രം ദൈവത്തിന്റെ വികൃതികൾ എന്ന പേരിൽ സിനിമയാക്കിയ ഇദ്ദേഹം CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയ്ക്ക് കുലം എന്ന പേരിലും മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരികൾക്ക് മഴ എന്ന പേരിലും ചലച്ചിത്ര ഭാഷ്യമൊരുക്കി. സ്വാതി തിരുനാളിന്റെ ജീവിതവും രാജാ രവിവർമ്മയുടെ ജീവിതവും സിനിമയാക്കാൻ ചങ്കൂറ്റം കാട്ടി. സ്വാതി തിരുനാളും ദൈവത്തിന്റെ വികൃതിയും കുലവും രാത്രിമഴയും മകരമഞ്ഞുമെല്ലാം ലെനിൻ രാജേന്ദ്രനെ നിരവധി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സമാന്തര സിനിമകളിൽ കാര്യമായ സ്ഥാനമില്ലാതിരുന്ന ചലച്ചിത്ര ഗാനങ്ങൾക്കും തന്റെ സിനിമകളിൽ അദ്ദേഹം ഇടം നൽകി. ചില്ലിലെയും ദൈവത്തിന്റെ വികൃതിയിലെയും വചനത്തിലെയും മഴയിലെയും മകരമഞ്ഞിലെയും ഗാനങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു പാടുന്നുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. KR നാരായണനെതിരെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച പാരമ്പര്യവും ലെനിൻ രാജേന്ദ്രന് സ്വന്തം. കാമ്പുള്ള പ്രമേയവും ചലച്ചിത്ര ഭാഷയും കൈമുതലാക്കിയ മലയാള സിനിമയിലെ അതികായന്മാരിൽ പ്രമുഖനാണ് ലെനിൻ രാജേന്ദ്രന്റെ വിയോഗത്തോടെ ഓർമ്മയാകുന്നത്. കൾച്ചറൽ ഡെസ്ക് TCV.
അന്തർസംസ്ഥാന വാഹനങ്ങളിൽ നിന്ന് പണം കവരുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് മൂങ്ങ ബിനു പുതുക്കാട് പോലീസിന്റെ പിടിയിലായി. ദേശീയപാതയോരത്ത് രാത്രികാലങ്ങളിൽ നിർത്തിയിടുന്ന വാഹനങ്ങളിൽ നിന്നാണ് ഇയാൾ അതിവിദഗ്ധമായി പണം കവരുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ ബിനു, മൂങ്ങ ബിനു, തടിയൻ ബിനു എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ജില്ലാ പോലീസ് മേധാവി പുഷ്കരന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി CR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ബിനുവിനെ പിടികൂടിയത്. കഴിഞ്ഞ 11-ന് പുലർച്ചെ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്നും 1.5 ലക്ഷത്തിലേറെ രൂപ കവർന്ന കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ലോറി ഡ്രൈവർ തമിഴ്നാട് ഭവാനി ജില്ലയിലെ പുളിയങ്കുടി സ്വദേശി സൂര്യപ്രകാശിന്റെ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ടോൾ പ്ലാസയിലെ നിരീക്ഷണ ക്യാമറയിൽ ബിനുവിന്റെ സാമ്യമുള്ള ദൃശ്യം പതിഞ്ഞിരുന്നു. ദേശീയപാതയിലും സംസ്ഥാന പാതകളിലും സമാന രീതിയിൽ മോഷണം നടത്തുന്ന ബിനുവിനെ പോലീസ് പിടികൂടുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ബിനുവിന്റെ സംഘത്തിലെ മറ്റംഗങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കുറഞ്ഞ നാളുകളിൽ കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ കവർന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് പല സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ. വാഹനങ്ങളെ പിക്കപ്പ് വാനിൽ പിന്തുടർന്ന ഡ്രൈവർമാർ ഉറങ്ങുന്ന തക്കം നോക്കി വിദഗ്ധമായ രീതിയിൽ വാഹനത്തിന്റെ പൂട്ടുകൾ തുറന്ന് തന്ത്രപരമായി പണം കവരുന്നതാണ് ബിനുവിന്റെ രീതി. പുതുക്കാട് SI R സുജിത് കുമാർ, അഡീഷണൽ SI സുരേഷ്, ക്രൈം സ്ക്വാഡ് ASI ജിനുമാൻ, സീനിയർ CPOമാരായ ജോബ്, സതീശൻ, റോയ്, മൂസ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. TCV ന്യൂസ്, പുതുക്കാട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ തെരുവുനായ വന്ധ്യംകരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വെള്ളാങ്കല്ലൂരും ചാവക്കാടും തുടക്കം കുറിച്ച പദ്ധതി 4 ഇടങ്ങളിൽ കൂടി നടപ്പാക്കും. ABC എന്ന പേരിലറിയപ്പെടുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതിയാണ് കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ പുനരാരംഭിച്ചിട്ടുള്ളത്. തെരുവിൽ നിന്നും നായ്ക്കളെ പിടിച്ചുകൊണ്ടുവന്ന് വന്ധ്യീകരിച്ച ശേഷം 5 ദിവസം പരിചരിച്ച് വാക്സിനേഷൻ നൽകി ഇവയെ തെരുവിലേക്ക് തന്നെ വിടുന്നതാണ് പദ്ധതി. ഘട്ടം ഘട്ടമായി തെരുവുനായ് ശല്യം കുറയ്ക്കാനാകുന്ന ABC പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നത്. പദ്ധതിക്കായി 2 നായപ്പിടുത്തക്കാരെ മൃഗസംരക്ഷണ വകുപ്പ് കണ്ടെത്തി കഴിഞ്ഞു. കൂടുതൽ ഡോഗ് കാച്ചേഴ്സിനെ കണ്ടെത്താനായുള്ള ശ്രമത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പ്. പദ്ധതി നടത്തിപ്പിനായി കുടുംബശ്രീക്ക് മൃഗസംരക്ഷണ വകുപ്പ് 23 ലക്ഷം കൈമാറിയിട്ടുണ്ട്. വെള്ളാങ്കല്ലൂർ, ചാവക്കാട് എന്നിവിടങ്ങളിൽ തുടക്കം കുറിച്ച പദ്ധതി അന്തിക്കാട്, മാള, ചാലക്കുടി, മുണ്ടത്തിക്കോട് എന്നിവിടങ്ങളിലും നടപ്പാക്കും. ഒരു നായിയെ പിടിച്ചു നൽകിയാൽ 250 രൂപയാണ് ഡോഗ് കാച്ചർമാർക്ക് ലഭിക്കുക. വന്ധ്യീകരണം നടത്തുന്ന ഡോക്ടർമാർക്ക് 400 രൂപയും പരിചരണത്തിനായി കുടുംബശ്രീക്ക് 200 രൂപയുമാണ് നൽകുക. തെരുവിൽ നിന്നും ഒരു നായിയെ പിടിച്ച് വന്ധ്യീകരണം നടത്തി 5 ദിവസം പരിചരിച്ച് വാക്സിനേഷൻ നടത്തി തിരികെ വിടുന്നതിനായി 2100 രൂപയാണ് ചിലവ് വരുന്നത്. തൃശൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിലും ABC പദ്ധതി വിജയകരമായി നടന്നുവരുന്നുണ്ട്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് 4 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. 4 കണ്ടം സെന്ററിൽ വേള വീട്ടിൽ ദാസന്റെ ഭാര്യ ശ്രീജ, കുഴപ്പാട്ട് കാളിക്കുട്ടി, അയിനപ്പള്ളി ജയ സദാനന്ദൻ, പുന്ന കണ്ണൻ മകൾ ആവണി എന്നിവർക്കാണ് കടിയേറ്റത്. മേലെപ്പുരയ്ക്കൽ ഉണ്ണികൃഷ്ണന്റെ വീട്ടിലെ ആടിനും തെരുവ് നായയുടെ കടിയേറ്റു. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ, ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു.
പുലിഭീതി വിട്ടൊഴിയാതെ മേലൂരിലെ പുഷ്പഗിരി. കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വനം വകുപ്പ്. 2 ആഴ്ചയായി തുടരുന്ന പുലിഭീഷണി അനുദിനം വർദ്ധിക്കുകയാണ്. ഇതിനിടെ പ്രചരിക്കുന്ന കിംവദന്തികൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയും ചെയ്യുന്നു. തിങ്കളാഴ്ച കുന്നപ്പിള്ളിയിൽ പുലിയെ കണ്ടതായി വാർത്ത പ്രചരിച്ചു. പുലി കിണറ്റിൽ വീണുവെന്ന പ്രചരണവും തിങ്കളാഴ്ച പുറത്തുവന്നു. 5 വർഷം മുൻപ് തൊട്ടടുത്ത പൂലാനിയിൽ പുലി കിണറ്റിൽ വീണ അനുഭവമുള്ളതിനാൽ എന്ത് കേട്ടാലും ജനങ്ങൾ വിശ്വസിക്കുമെന്ന അവസ്ഥയാണ്. 4 ഇടങ്ങളിലാണ് ഗ്രാമവാസികൾ ഇതിനകം പുലിയെ നേരിൽ കണ്ടത്. പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിനുള്ള ക്യാമറകൾ വനപാലകർ സ്ഥലം മാറ്റിവെച്ച് പരീക്ഷിക്കുകയാണ്. തിങ്കളാഴ്ച 3 ഇടങ്ങളിൽ കൂടി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഇതോടെ ക്യാമറകളുടെ എണ്ണം 5 ആയി. നിലവിലുണ്ടായിരുന്ന 2 ക്യാമറകളിൽ ഞായറാഴ്ച രാത്രി പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായി. കെണിക്കൂട് വെച്ചിരുന്ന സ്ഥലത്തും പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ഈ മാസം 27-ന് തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ BJP ഒരുക്കങ്ങൾ ആരംഭിച്ചു. 3 ലക്ഷം പേരെ പങ്കെടുപ്പിക്കുമെന്ന് ജില്ലാ കമ്മിറ്റി. യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത്. ഈ മാസം 27-നെത്തുന്ന മോദിയെ സ്വീകരിക്കാൻ BJP ജില്ലാ കമ്മിറ്റി ഒരുക്കങ്ങൾ ആരംഭിച്ചു. 25, 26, 27 തീയതികളിലാണ് യുവമോർച്ച സമ്മേളനം തൃശൂരിൽ നടക്കുന്നത്. അവസാന ദിവസത്തെ പൊതുസമ്മേളനത്തിലാണ് പ്രവർത്തകരെ മോദി അഭിസംബോധന ചെയ്യുക. 3 ലക്ഷം പേരെ പൊതുസമ്മേളനത്തിലെത്തിക്കുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ് പറഞ്ഞു. ഇന്നേ വരെ തൃശൂർ ജില്ല കാണാത്ത രീതിയിലുള്ള ഒരു വലിയ യുവസമ്മേളനമായിരിക്കും തൃശൂരിൽ നടക്കുന്നത്. 3 ലക്ഷത്തോളം യുവാക്കളെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതിൽ പ്രതീക്ഷിക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിന്റെ അടുത്ത ദിവസമാണ് മോദി തൃശൂരിലെത്തുന്നത്. എന്നാൽ സുരക്ഷാ നിർദ്ദേശങ്ങളോ ഔദ്യോഗിക അറിയിപ്പോ ഇതുവരെ അധികൃതർക്ക് ലഭിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കർശന സുരക്ഷയാകും തൃശൂരിലുണ്ടാവുക. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാവും സ്റ്റേജ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. പ്രധാനമന്ത്രിയുടെ താൽക്കാലിക ഓഫീസും സ്റ്റേജിനരികിലായി ഒരുക്കേണ്ടി വരും. കഴിഞ്ഞ തവണ തൃശൂരിലെത്തിയ പ്രധാനമന്ത്രിക്ക് തേക്കിൻകാട് മൈതാനത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായാണ് വേദിയൊരുക്കിയത്. ഇത്തവണയും വേദി ഇവിടെയാകാനാണ് സാധ്യത. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മോദിയുടെ വരവിലൂടെ ജില്ലയിൽ മികച്ച രാഷ്ട്രീയ മുന്നേറ്റമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. TCV തൃശൂർ. വീടിന് മുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള KSEBയുടെ പദ്ധതിയിലേക്ക് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. പദ്ധതിയിലുള്ളത് 3 മാതൃകകൾ. KSEBയുടെയും അനർട്ടിന്റെയും സംയുക്ത സംരംഭമായ സൗരയാണ് പുരപ്പുറ സൗരോർജ്ജ പദ്ധതിക്കായി അപേക്ഷ ക്ഷണിക്കുന്നത്. പദ്ധതിയിൽ 3 മാതൃകകളാണുള്ളത്. കെട്ടിടത്തിന് മുകളിൽ KSEB സോളാർ പ്ലാന്റ് സൗജന്യമായി സ്ഥാപിക്കും. വൈദ്യുതിയുടെ നിശ്ചിത ശതമാനം ഉപഭോക്താവിന് വൈദ്യുതിയായോ പണമായോ നൽകുന്നതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതിയും നിശ്ചിത നിരക്കിൽ നിശ്ചിത കാലയളവിൽ ഉപഭോക്താവിന് നൽകും. സംരംഭകന്റെ ചിലവിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതാണ് മൂന്നാമത്തെ രീതി. ഇതിലൂടെ ലഭിക്കുന്ന വൈദ്യുതി സംരംഭകനെ പൂർണ്ണമായും ഉപയോഗിക്കുകയോ KSEBയ്ക്ക് വിൽക്കുകയോ ചെയ്യാം. 3 മാതൃകയിലും സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതും പരിപാലനവും അറ്റകുറ്റപ്പണിയും ചെയ്യുന്നത് KSEBയും അനർട്ടുമായിരിക്കും. 1 കിലോവാട്ട് ശേഷിയുള്ള സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ 45,000 രൂപ മുതൽ 60,000 രൂപ വരെയാണ് ചിലവ്. ഇതിനായി 100 ചതുരശ്ര അടി സ്ഥലമാണ് വേണ്ടത്. പ്രതിവർഷം 1000 യൂണിറ്റ് വൈദ്യുതി ഈ പ്ലാന്റിലൂടെ ഉത്പാദിപ്പിക്കാനാവുമെന്ന് KSEB പറയുന്നു. സോളാർ പ്ലാന്റിന് വീടിന്റെ മേൽക്കൂര തന്നെ വേണമെന്ന് നിർബന്ധമില്ലെന്നും സൗരയുടെ ചട്ടങ്ങളിലുണ്ട്. ഈ മാസം 31 വരെയാണ് പദ്ധതിക്ക് അപേക്ഷിക്കാനാവുക. ഇതേസമയം വൻതോതിൽ സോളാർ പാനലുകൾ ആവശ്യമുള്ളതിനാൽ പാനലുകളുടെ ലഭ്യതക്കുറവ് പ്ലാന്റുകൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിന് തടസ്സമായേക്കാം. TCV തൃശൂർ. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് ഹർത്താലിനിടെ BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഒരു SDPI പ്രവർത്തകൻ കൂടി അറസ്റ്റിൽ. തളിക്കുളം ഇടശ്ശേരി സ്വദേശി പുതിയ വീട്ടിൽ ജൻഷാദാണ് അറസ്റ്റിലായത്. 50ഓളം പ്രതികളുള്ള കേസിൽ ഇതുവരെ 11 പ്രതികളാണ് പിടിയിലായത്. മുഖ്യപ്രതിയും SDPI നാട്ടിക മേഖലാ നേതാവുമായ തളിക്കുളം സ്വദേശി കല്ലിപ്പറമ്പിൽ ഷഹീനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഹൃദയഭാഷയാണ് മലയാളമെന്നും ഇത് ലളിതമായി ജനങ്ങളിൽ എത്തിക്കണമെന്നും തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഭരണഭാഷാവബോധ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇംഗ്ലീഷ് ഭാഷയോടോ മറ്റു ഭാഷകളോടോ സർക്കാരിന് ശത്രുതാ മനോഭാവമില്ല. ഫയൽ ജീവനാണ്, ജീവിതമാണ് എന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചറിയണം. മാതൃഭാഷ സംസാരിച്ചാൽ കുറച്ചിൽ തോന്നുന്നവർ അത് ക്രമേണ ഒഴിവാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഉദയപ്രകാശ് അധ്യക്ഷനായിരുന്നു. ഭരണപരിഷ്കാര വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി RS റാണി ഭരണഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ പ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ കളക്ടർ TV അനുപമ, ഡെപ്യൂട്ടി കളക്ടർ PK കിരൺ, ഭാഷാ വിദഗ്ധൻ R ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയ ദുരന്തത്തിന്റെ ചിത്രം വരച്ച് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ അയ്യന്തോൾ സിവിൽ സ്റ്റേഷന്റെ മതിലുകളിൽ ഒരുക്കുന്ന ചിത്രരചനകൾ കാണാനെത്തിയതായിരുന്നു മന്ത്രി. ചിത്രങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട മന്ത്രി ഉടൻ തന്നെ പേപ്പർ ആവശ്യപ്പെടുകയും
റോഡിൽ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ വെച്ച് പേന കൊണ്ട് ചിത്രം വരച്ചു നൽകുകയും ചെയ്തു. ഈ ചിത്രം പിന്നീട് കലാകാരന്മാർ മതിലിൽ വരയ്ക്കും. അസിസ്റ്റന്റ് കളക്ടർ പ്രേംകൃഷ്ണൻ, കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ, ഡി ജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കുട്ടനെല്ലൂർ പുഴമ്പള്ളം പാടത്ത് സെപ്റ്റിക് മാലിന്യം നിക്ഷേപിച്ച് 2 പേരെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശികളായ പഴനി, വീരമണി എന്നിവരെയാണ് ഉല്ലൂർ SI S സിനോജിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ദേശീയപാതയിൽ സെപ്റ്റിക് മാലിന്യം തട്ടിയത്. വിയൂർ സ്വദേശി ഉണ്ണിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ മാലിന്യം നിക്ഷേപിച്ചതെന്നും സ്ഥിരമായി ദേശീയപാതയിൽ മാലിന്യം നിക്ഷേപിക്കാറുണ്ടെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. മാലിന്യം നിക്ഷേപിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ASI ദാസൻ, CPOമാരായ ഷാജി, അനീഷ് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ മയക്കുമരുന്നുമായി യുവാവ് ഇരിങ്ങാലക്കുട എക്സൈസിന്റെ പിടിയിലായി. കാട്ടൂർ കരാഞ്ചിറ സ്വദേശി പണിക്കശ്ശേരി കടവിൽ ഷാജുവിനെയാണ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KR അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ചെറുമനേങ്ങാട് അനധികൃതമായി മണ്ണെടുപ്പ് നടത്തിയിരുന്ന JCB പോലീസ് പിടികൂടി. ചെറുമനേങ്ങാട് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തുള്ള പറമ്പിലാണ് വൻതോതിൽ മണ്ണെടുപ്പ് നടത്തിയിരുന്നത്. 3 ദിവസം മുൻപാണ് മണ്ണെടുപ്പ് ആരംഭിച്ചത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് SI സുബിന്ദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തിയത്. പോലീസ് വരുന്നുണ്ടെന്ന വിവരം നിരീക്ഷണ സംഘം അറിയിച്ചതിനെ തുടർന്ന് മണ്ണ് കയറ്റിയിരുന്ന സ്ഥലത്ത് നിന്നും ലോറികൾ മാറ്റി. മണ്ണ് മാന്തിയിരുന്ന JCB പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തയിലേക്ക്. ഇരുകാലുകളിലും തളർച്ച ബാധിച്ച കുട്ടികളുടെ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ കാരുണ്യം തേടുകയാണ് സുനിൽകുമാറും കുടുംബവും. ചെറുമനേങ്ങാട് വെള്ളറ വീട്ടിൽ സുനിൽകുമാർ, ബിന്ദു ദമ്പതികളുടെ 3 മക്കളിൽ ഇളയ മക്കളായ 9 വയസ്സുള്ള ശ്രീവത്സനും 8 വയസ്സുള്ള ശ്രീഹരിയുമാണ് കാരുണ്യം തേടുന്നത്. അസുഖം ബാധിച്ച് കിടപ്പിലായ കുരുന്നുകളെയും കൊണ്ട് വേദനയോടെയാണ് ഓരോ ദിവസവും സുനിൽകുമാർ തള്ളി നിൽക്കുന്നത്. ശ്രീവത്സന് ആണ് അങ്ങനെ അസുഖം. ഈ ഒരു അസുഖം പെട്ടെന്ന് വന്ന് മസലുകൾ ദ്രവിക്കുക, ഞരമ്പുകൾ തളർച്ച വരിക, ഞരമ്പുകൾക്ക് അങ്ങനൊരു അസുഖമായിട്ട് മെഡിക്കൽ കോളേജ് ചികിത്സയായിരുന്നു. 4 വയസ്സ് മുതലാണ് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ള അറിഞ്ഞത്. പിന്നെ അവിടുത്തെ മെഡിക്കൽ കോളേജ് ചികിത്സ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് പറ്റാവുന്നിടത്തൊക്കെ നിങ്ങൾ കൊണ്ടുപോയി ചികിത്സിക്കുകയാണ്. അരയ്ക്ക് താഴെ പൂർണ്ണമായും തളർന്ന ശ്രീവത്സൻ കിടപ്പിലാണ്. തളർച്ചയുടെ 2ാം ഘട്ടത്തിലെത്തിയ ശ്രീഹരിക്ക് നടക്കാനും കുമ്പിടാനും കഴിയാത്ത രോഗാവസ്ഥയിലെത്തിയിട്ടുണ്ട്. ശ്രീവത്സൻ 7 വയസ്സുവരെ മറ്റു കുട്ടികളെപ്പോലെ ഓടിച്ചാടി നടന്നിരുന്നു. പെട്ടെന്നാണ് ശ്രീവത്സൻ രോഗബാധിതനായത്. മസിലിന്റെ വളർച്ച ഇല്ലാതാക്കുന്ന മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗമാണ് ഇവരെ ബാധിച്ചിരിക്കുന്നത്. മാസത്തിൽ 10,000 രൂപയിലധികം മരുന്നിന് മാത്രമായി ചിലവ് വരുന്നുണ്ട്. സ്വന്തമായൊരു വീടെന്ന സ്വപ്നവുമായി വർഷങ്ങൾക്ക് മുൻപ് നെല്ലുവായി സഹകരണ ബാങ്കിൽ നിന്നെടുത്ത 2.5 ലക്ഷം രൂപ പലിശ കയറി 6 ലക്ഷം രൂപയായി സ്ഥലം ജപ്തി ഭീഷണിയിലാണ്. മക്കൾക്ക് അസുഖം ബാധിച്ചതിനെ തുടർന്ന് വീടിന്റെ പണി പാതി വഴിയിൽ മുടങ്ങി. കൂലിപ്പണിക്കാരനായ സുനിൽകുമാറും കുടുംബവും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. കിട്ടുന്ന കൂലി കൊണ്ട് വീട്ടുചെലവും ചികിത്സാ ചെലവും നടത്താൻ കഴിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കാനേ സുനിൽകുമാറിന് കഴിയുന്നുള്ളൂ. ഈ ദുഃഖകയത്തിൽ നിന്നും കരകയറ്റാൻ കനിവ് പറ്റാത്ത ഉദാരമതികളുടെ കാരുണ്യം പ്രതീക്ഷിച്ച് കഴിയുകയാണ് ഈ കുടുംബം. സഹായിക്കാൻ താൽപ്പര്യമുള്ളവർ SBI ചൊവ്വന്നൂർ ബ്രാഞ്ചിലെ 3710104064 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കേണ്ടതാണ്. TCV എരുമപ്പെട്ടി. കേവലം ഒരു പാർട്ടി നേതാവിൽ നിന്ന് ഭരണത്തലവനിലേക്ക് ഉയരാൻ കഴിയാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ശബരിമല വിഷയം ഇത്രയും രൂക്ഷമാക്കാൻ ഇടയാക്കിയതിന്റെ മുഖ്യ കാരണക്കാരനെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ പറഞ്ഞു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നിരവധി സമരങ്ങൾ, ആ സമരങ്ങളിൽ നിന്ന് പഠിക്കേണ്ട പാഠം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോഴും പഠിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. കേവലം ഒരു പാർട്ടി നേതാവ് എന്നതിൽ നിന്ന് ഉയർന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ എന്ന തലത്തിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഉയരാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ വിഷയത്തിലുടനീളം ഉയർന്നു വന്നിട്ടുള്ളത്. തൃശ്ശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
CPM-ന്റെ പ്രാദേശിക പാർട്ടി നേതാക്കളുടെ താൽപര്യപ്രകാരമാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ പങ്കെടുത്ത BJP സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ പോലീസ് കരുതിക്കൂട്ടി കള്ളക്കേസെടുത്ത് പീഡിപ്പിക്കുന്നത്. CPM-ന്റെ പാർട്ടി താൽപര്യങ്ങൾക്ക് പോലീസ് കീഴടങ്ങിയതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. CPM-ന്റെ പ്രാദേശികമായിട്ടുള്ള പാർട്ടി താൽപര്യങ്ങൾക്ക് കീഴടങ്ങി BJP-യുടെയും സംഘപരിവാരങ്ങളുടെയും പല പ്രധാനപ്പെട്ട പ്രവർത്തകരെ വലിയ വലിയ വകുപ്പുകളിൽ കുടുക്കി പീഡിപ്പിക്കുന്ന ഒരു നിലപാട് പോലീസ് സേനയുടെ ഭാഗത്തുനിന്ന് കാണാനുണ്ട്. അത് ഒരു ശരിയായ നടപടിയല്ല. ശബരിമല വിഷയത്തിൽ NSSന്റെ നിലപാട് സ്വാഗതാർഹമാണെന്ന് പറഞ്ഞ അദ്ദേഹം പക്ഷേ വെള്ളാപ്പള്ളിയുടെ നിലപാട് മാറ്റത്തെ സമ്മർദ്ദഫലമെന്ന് വിശേഷിപ്പിച്ചു. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ നടേശൻ ജി അദ്ദേഹം മറ്റ് പല കാരണങ്ങൾ കൊണ്ട് മറ്റു ചില സമ്മർദ്ദങ്ങൾ കൊണ്ട് ചിലപ്പോൾ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നൊക്കെ തോന്നാമെങ്കിലും ഭക്തന്മാരുടെ വികാരത്തോടൊപ്പമാണ് എന്ന ഒരു നിലപാട് തന്നെയാണ് ശ്രീ നടേശൻ ജിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ മൗലികമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം BJPക്ക് ഗുണകരമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ പങ്കെടുത്ത് റിമാൻഡിൽ കഴിയുന്നവരെ വിയ്യൂർ ജയിലിലും ഇവരുടെ വീടുകളിലും അദ്ദേഹം സന്ദർശനം നടത്തി. TCV തൃശൂർ. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന സ്ത്രീ പദവി സ്വയം പഠന പ്രക്രിയയുടെ 4ാം ഘട്ടം ലിംഗപദവി സമത്വവും നീതിയും അയൽക്കൂട്ട ക്യാമ്പയിന് തുടക്കമായി. ജില്ലാ സഹകരണ ബാങ്ക് ASN നമ്പീശൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. മതവിശ്വാസത്തെയും ദൈവവിശ്വാസത്തെയും വ്യാഖ്യാനിക്കുന്നവർ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിടുന്നതിനായി അതിനെ ദുർവ്യാഖ്യാനിക്കുകയാണെന്നും സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ സ്ത്രീയും പുരുഷനും ഒന്നിക്കണമെന്നും മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ മുന്നേറ്റം എന്നത് പൊതുബോധമാക്കി മാറ്റുന്നതിൽ നാം വിജയിക്കണം. പുറകോട്ട് നടക്കലല്ല മനുഷ്യജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്റെ നില എന്താണ്, എന്തിനാണ് ഇങ്ങനെ രണ്ടാം തരക്കാരായി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു സ്വയം ബോധ്യപ്പെടാൻ നമുക്കാകണം. അത്തരമൊരു സാഹചര്യം സ്വയം പഠനത്തിലൂടെ ചുറ്റുപാടുകളിലൂടെ ഉണ്ടാക്കിയെടുക്കാനും പുരുഷന്മാർ ഉൾപ്പെടുന്ന സമൂഹത്തെ ഈ ബോധത്തിലേക്ക് കൊണ്ടുവരാനും. സ്ത്രീ ശാക്തീകരണത്തിൽ വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീ. രാജ്യത്തിനൊട്ടാകെ മാതൃകയാണ് ഇതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. മേയർ അജിത വിജയൻ മുഖ്യാതിഥിയായി. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ S ഹരികിഷോർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, കില ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് TCV. പ്രളയാനന്തര കേരളത്തെ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ആവിഷ്കരിച്ച തിരൂർ സെന്റ് തോമസ് ദേവാലയത്തിന്റെ തിരുനാൾ അലങ്കാരം വേറിട്ട കാഴ്ചയായി. പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തെടുത്ത ഡിജിറ്റൽ ഡിസ്പ്ലേയാണ് കൗതുക കാഴ്ചയായത്. പുലിക്കളിയോടനുബന്ധിച്ച് നേരത്തെ തൃശ്ശൂരിൽ നടത്തിയ ഡിജിറ്റൽ വെടിക്കെട്ടിന്റെ അണിയറയിൽ പ്രവർത്തിച്ച ക്ലെമന്റ് പീറ്ററാണ് ഈ ദൃശ്യാവിഷ്കാരമൊരുക്കിയത്. ഇടവക വികാരി ഫാദർ ഡേവിസ് പനംകുളം, അസിസ്റ്റന്റ് വികാരി ജെറിൻ ചൂണ്ടൽ എന്നിവർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. അന്തരിച്ച സംഗീത സംവിധായകൻ ബാലഭാസ്കറിനെ ആദരമർപ്പിച്ച് വയലിനും ഗിറ്റാറും തൃശ്ശൂരിന്റെ പൂരപ്പെരുമയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാദ്യമേളവും ഡിസ്പ്ലേയിൽ ഒരുക്കിയിരുന്നു. ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ തോമസും മാലാകമാരും മയിലും വിശുദ്ധ സെബാസ്റ്റ്യനോസുമെല്ലാം ഡിജിറ്റൽ ഡിസ്പ്ലേയെ ആകർഷകമാക്കി. ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് കേരളത്തെ പൊക്കിയെടുക്കുന്ന കൈകളാണ് പ്രളയാനന്തര കേരളത്തെ അടയാളപ്പെടുത്തിയത്. TCV ന്യൂസ് തൃശൂർ. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് തൃശൂർ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിഞ്ഞു. പൊന്നമ്പലമേട്ടിൽ മകരസംക്രമണം നടന്ന വേളയിൽ വടക്കുന്നാഥ സന്നിധിയും ദീപപ്രഭയിൽ മുങ്ങി. ഭക്തിനിർഭരമായ ചടങ്ങിൽ ക്ഷേത്ര മേൽശാന്തി ചെറുമുക്കുമന ശ്രീരാജ് നാരായണൻ നമ്പൂതിരി ആദ്യ ദീപം തെളിയിച്ചു. തുടർന്ന് ഭക്തർ ക്ഷേത്ര ചുറ്റമ്പലത്തിലും മറ്റുമായി തയ്യാറാക്കിയ വിളക്കുകളിലേക്ക് ദീപം പകർന്നു. കൽവിളക്കുകളിലും ഗോപുരനടകളിലും മതിൽക്കെട്ടിന് അകത്തും പുറത്തുമായി തയ്യാറാക്കിയ 15,008 എള്ള് തിരിയിട്ട ചിരാതുകളിലും ദീപം തെളിഞ്ഞതോടെ വടക്കുന്നാഥ സന്നിധി സ്വർണ്ണവർണ്ണത്തിൽ നീരാടി. മകരവിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി മങ്ങാട്ട് തങ്കപ്പന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഉടുക്കിൽ പാണ്ടിമേളവും ശ്രദ്ധേയമായി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി 18 പടികളോടുകൂടിയ ശബരിമല ക്ഷേത്രത്തിന്റെ ചെറുമാതൃകയും ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്ത് തയ്യാറാക്കിയിരുന്നു. മകരസംക്രമ ദിവസമായതിനാൽ ക്ഷേത്രത്തിൽ സ്ത്രീകളടക്കമുള്ളവരുടെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ദേവസ്വം മാനേജർ AC സുരേഷ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി TR ഹരിഹരൻ, പ്രസിഡന്റ് P പങ്കജാക്ഷൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ
അതിവിപുലമായ കളക്ഷൻ, മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. കൊടുങ്ങല്ലൂർ നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 1 ലക്ഷം രൂപ കവർന്നു. ചന്തപുര സെൻട്രോ മാളിന് സമീപത്തുള്ള ശങ്കർ സ്റ്റോഴ്സിലാണ് മോഷണം നടന്നത്. സ്ഥാപനത്തിന്റെ ഷട്ടറിലെ താഴ് അറുത്ത് കയറിയ മോഷ്ടാവ് മേശയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപയും 3000 രൂപ വില വരുന്ന സിഗരറ്റും കവരുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട് രാജ്യത്തിന് കാഴ്ചവെക്കാൻ കേരളത്തിന് സാധിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. മുളങ്ങുന്നത്തുകാവ് കിലയിൽ ആരംഭിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോക്കൽ സെൽഫ് ഗവേണിംഗ് രംഗത്ത് കില ലോകത്തിലെ തന്നെ പ്രധാന സ്ഥാപനമായി മാറിയിരിക്കുകയാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഡോക്ടർ PK ബിജു MP പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന നേതാവ് അഡ്വക്കേറ്റ് തുളസിഭായ് അധ്യക്ഷയായിരുന്നു. കില ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ മൃദുൽ ഈപ്പൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ജെൻഡർ സ്കൂൾ ഫോർ ലോക്കൽ ഗവേണൻസ്, ലൈബ്രറി, കില ലൈബ്രറി സാഹിത്യ വിഭാഗം, കിളിക്കൂട് എന്നിവയും കിലയിലെ പക്ഷികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ച് തെരുവിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന വയോധികന് ജീവകാരുണ്യ പ്രവർത്തകൻ തുണയായി. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കഴിഞ്ഞിരുന്ന കാടുകുറ്റി അന്നനാട് സ്വദേശി 57 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് പാലയൂർ ഇമ്മാനുവൽ ജീവകാരുണ്യ സമിതി ഡയറക്ടർ CL ജേക്കബ് സഹായഹസ്തമായത്. ഭാര്യയും മകനും ഉപേക്ഷിച്ചതിനെ തുടർന്ന് വിവിധ ഇടങ്ങളിലായി അലഞ്ഞുതിരിഞ്ഞ് 2.5 മാസം മുൻപാണ് ഉണ്ണികൃഷ്ണൻ ഗുരുവായൂരിൽ എത്തിപ്പെട്ടത്. വലതുവശം തളർന്നതിനെ തുടർന്ന് നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോഴാണ് ഗുരുവായൂരിലേക്ക് വരാൻ തീരുമാനിച്ചത്. ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടായിരുന്നു ആശ്രയം. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തീർത്തും അവശനായതോടെ മുഴുപട്ടിണിയിലായി. ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലും തെരുവുകളിൽ കഴിയുന്നവർക്ക് ജേക്കബ് ഞായറാഴ്ചകളിൽ പൊതിച്ചോറ് എത്തിച്ചു നൽകാറുണ്ട്. ഇതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ തന്റെ ദുരിതകഥയെക്കുറിച്ച് ജേക്കബിനോട് മനസ്സു തുറക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി ജോലി ചെയ്തിട്ടുള്ള ഇയാൾക്ക് 6 ഭാഷകൾ കൈകാര്യം ചെയ്യാനറിയാം. കഴിഞ്ഞ കുറേ കാലമായി ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നുമുണ്ട്. ടെമ്പിൾ പോലീസിന്റെ സഹായത്തോടെ അഞ്ഞൂർ ദിവ്യദർശൻ ആശ്രമത്തിലേക്കാണ് ഇയാളെ മാറ്റിയത്. TCV ന്യൂസ്, ഗുരുവായൂർ. ആരാധനാലയങ്ങളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ നിർമ്മാണത്തിലും വിതരണത്തിലും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണെന്ന് തൃശൂർ ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ J. ജയശ്രീ നിർദ്ദേശിച്ചു. ആരാധനാലയങ്ങളിലെ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിനാലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഭക്ഷണം വിതരണം ചെയ്യുന്ന ആരാധനാലയങ്ങൾ ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷൻ നിർബന്ധമായും എടുക്കേണ്ടതാണ്. ഭക്ഷണ വിതരണത്തിന്റെ ചുമതലയുള്ള ആളുടെ പേരിൽ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകന്റെ ഐഡന്റിറ്റി കാർഡും ഒരു ഫോട്ടോയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 100 രൂപയാണ് 1 വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ ഫീസ്. കേരള ബ്രാഹ്മണ സഭയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 15-ന് തൈപ്പൊങ്കൽ ആഘോഷം സംഘടിപ്പിക്കും. പുങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള സീതാരാമ കല്യാണ മണ്ഡപത്തിൽ വൈകിട്ട് സാംസ്കാരിക പരിപാടികളുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. തൈപ്പൊങ്കൽ ആഘോഷം ധനലക്ഷ്മി ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ T. ലത നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കും. സംഗീതജ്ഞ സവിത ശ്രീരാമന്റെ സംഗീത പരിപാടിക്ക് പാലക്കാട് R. സ്വാമിനാഥൻ, KMS മണി, ദീപക് എന്നിവർ പക്കമേളമൊരുക്കും. എടത്തിരുത്തി ഏരാക്കൽ ചാലിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിലെ കടന്നൽക്കൂട് പരിസരവാസികൾക്ക് ഭീഷണിയാകുന്നു. ശനിയാഴ്ച കടന്നൽ കുത്തേറ്റ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. അല്ലപ്പുഴ സിദ്ധാർത്ഥനാണ് ഗുരുതരമായി പരിക്കേറ്റത്. തൃശൂർ വെസ്റ്റ് ബോർഡ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരീരമാസകലം കടന്നൽ കുത്തേറ്റ സിദ്ധാർത്ഥനെ ആദ്യം കാട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വെസ്റ്റ് ബോർഡിലേക്ക് മാറ്റുകയായിരുന്നു. കടന്നൽ ആക്രമണം മൂലം വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഭയത്തോടെയാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. കൊല്ലാറ സെന്ററിന് സമീപം ഇക്കഴിഞ്ഞ ദിവസം മരത്തിലുണ്ടായിരുന്ന കടന്നൽക്കൂട് നാട്ടുകാർ തീയിട്ട് നശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം SN റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലുണ്ടായിരുന്ന ഭീമൻ കടന്നൽക്കൂടിൽ നിന്നും കടന്നലുകളുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരുന്നു. രോഗികൾക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സംഭാവന നൽകി സേവാഭാരതി മാതൃകയായി. മെഡിക്കൽ കോളേജിലെ രോഗികൾക്കായി ദിവസവും നടത്തുന്ന കഞ്ഞി വിതരണം
14 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് രോഗികൾക്ക് ആവശ്യമായ ബെഡ്ഷീറ്റുകൾ, വേസ്റ്റ് ബിന്നുകൾ തുടങ്ങിയവ സംഭാവനയായി നൽകിയത്. മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങ് പണ്ഡിറ്റ് വെങ്കട്ടരാമൻ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി മെഡിക്കൽ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് NS പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു. സേവാഭാരതി യൂണിറ്റ് സെക്രട്ടറി MB ത്യാഗരാജൻ, ട്രഷറർ ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മെഡിക്കൽ കോളേജ് നഴ്സിംഗ് സൂപ്രണ്ട് MG റോസലി സാധന സാമഗ്രികൾ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. റിലയൻസിനെതിരെ ചെറുവിരലനക്കാതെ തൃശൂർ കോർപ്പറേഷൻ ഭരണപക്ഷവും പ്രതിപക്ഷവും. 8 കോടി രൂപ പിഴ ഈടാക്കുന്ന കാര്യത്തിലും മൃദു സമീപനം. കൊടുങ്ങല്ലൂർ നഗരത്തിൽ സംശയകരമായ സാഹചര്യത്തിൽ 50ഓളം ബാഗുകൾ കണ്ടെത്തി. മുനമ്പം മനുഷ്യക്കടത്തുമായി ഉപേക്ഷിക്കപ്പെട്ട ബാഗുകൾക്ക് ബന്ധമുണ്ടെന്ന സൂചന. സൗകര്യങ്ങളേറെയുണ്ടായിട്ടും രോഗികൾക്ക് പ്രയോജനമില്ലാതെ തൃശൂർ ഗവൺമെന്റ് ദന്തൽ കോളേജ്. ചികിത്സയ്ക്കായി ഊഴമെത്തുന്നതുവരെ മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഗതികേടിൽ രോഗികൾ. പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ ലെനിൻ രാജേന്ദ്രൻ അന്തരിച്ചു. വിടവാങ്ങിയത് മലയാള ചലച്ചിത്ര രംഗത്തെ സമവാക്യങ്ങൾ തിരുത്തിക്കുറിച്ച സംവിധായകൻ. അന്തർസംസ്ഥാന വാഹനങ്ങളിൽ നിന്ന് പണം കവരുന്ന കുപ്രസിദ്ധ മോഷ്ടാവ് പുതുക്കാട് പോലീസിന്റെ പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി മൂങ്ങ ബിനുവാണ് പിടിയിലായത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ തെരുവുനായി വന്ധ്യംകരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വെള്ളാങ്കല്ലൂരും ചാവക്കാടും ആരംഭിച്ച പദ്ധതി 4 ഇടങ്ങളിൽ കൂടി നടപ്പാക്കും. പുലിഭീതി വിട്ടൊഴിയാതെ മേലൂരിലെ പുഷ്പഗിരി. പുലിയെ പിടികൂടാൻ കൂടും ക്യാമറയും ഒരുക്കി വനം വകുപ്പ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.